CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പളശ്ശേരി തൃക്കടിയിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പ്രതിഷേധം ശക്തം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സ്കൂളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നാടകീയ സംഭവങ്ങൾ. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. സെക്രട്ടറിയുടെ ചേംബറിൽ ഹിയറിംഗ് എത്തിയ വ്യക്തിയെ ചെയർപേഴ്സന്റെ ഭർത്താവ് മർദ്ദിച്ചെന്ന ആരോപണം. പുറത്തുനിന്നുള്ളവരെ നഗരസഭ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് CPIM. മണ്ണാർക്കാട് ടാക്സി ഡ്രൈവറെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി കാറും പേഴ്സും കവർന്ന കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെർപ്പളശ്ശേരി തൃക്കടിയിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെയാണ് അധ്യാപകൻ നൌഷാദിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചത്. SFI, KSU സംഘടനകൾ നടത്തിയ സമരത്തിൽ നാടകീയ രംഗങ്ങളാണ് സ്കൂളിൽ നടന്നത്. ക്ലാസിൽ സംസാരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിയെ മുഖത്തടിച്ചെന്നാണ് അധ്യാപകനെതിരായ ആരോപണം. ഇതേ അധ്യാപകൻ നേരത്തെയും സമാന രീതിയിൽ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന പരാതിയും ഉയർന്നിരുന്നു. ഈ അധ്യാപകനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI, KSU സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. രാവിലെ സ്കൂൾ ഗേറ്റ് പൂട്ടി KSU പ്രതിഷേധിച്ചു. തുടർന്ന് പ്രകടനമായി എത്തിയ SFI പ്രവർത്തകർ സ്കൂൾ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു. തുടർന്ന് സംഘടനാ പ്രതിനിധികൾ സ്കൂൾ പ്രധാനാധ്യാപിക, മാനേജ്മെന്റ് എന്നിവരുമായി ചർച്ച നടത്തി. ചർച്ചയിൽ അധ്യാപകനെ മാറ്റി നിർത്താമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. എന്നാൽ പുറത്താക്കണമെന്നും ഇക്കാര്യം എഴുതി നൽകണമെന്നും അല്ലാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും സമരക്കാർ നിലപാടെടുത്തു. അങ്ങനെ ഒരു യാന്ത്രികമായ വാക്കല്ല ഞങ്ങൾക്ക് ആവശ്യം. ആക്രമിച്ചിരിക്കുകയാണ്. ഒരു തവണയല്ല, 2 തവണയല്ല. അത് തീരുമാനം എടുക്കാൻ പരിമിതികളുണ്ടെങ്കിൽ അത് പറയും. എന്താ പരിമിതി? അയാൾ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി ആയതാണോ? അയാൾ ചലവറ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് മെമ്പർ ആയതാണോ നിങ്ങളുടെ പരിമിതി? നിരന്തരമായ നടപടിയെടുക്കും. അയാൾ മുസ്ലിം ലീഗിന്റെ കൗൺസിലർ ആയതാണ് നിങ്ങളുടെ പരിമിതി. നിങ്ങൾ പറ. ബാക്കി എന്താ കൈകാര്യം ചെയ്തോ? അയാൾ ഈ സ്കൂളിനകത്ത് കയറിയ ടീച്ചറെ അയാൾ അധ്യാപകനാണെന്നുള്ളത് ഞങ്ങൾ മറക്കും. ഒരു തർക്കമല്ല അതിനകത്ത്. അയാൾ ഈ സ്കൂളിനകത്ത് കയറിയാൽ അയാൾ അധ്യാപകനാണെന്നുള്ളത് ഞങ്ങൾ മറക്കും. ഒരു തർക്കവും വേണ്ട. അടിയന്തരമായിട്ട് നടപടിയെടുത്ത് ആർക്കാ തടസ്സം? ഒരു തടസ്സം ഉണ്ടോ? അത് പറയും. അല്ല, തടസ്സം നിങ്ങൾ മെയിൻ അതോറിറ്റി ഇവിടെ വിളിച്ചോളൂ. അധ്യാപകൻ വിദ്യാർത്ഥിനെ ആക്രമിച്ചു നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ജാലന കൊടുത്ത ബൈക്കിലൊക്കെ അടിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിക്ക് പരിക്കുണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ മാനസികാവസ്ഥ പരിഗണിക്കപ്പെടണം. മറ്റൊരു വിദ്യാർത്ഥിക്ക് അവസരം ഉണ്ടാവരുത്. അത് ചോദിക്കാൻ വന്ന, അന്വേഷിക്കാൻ വന്ന കൂട്ടർ രക്ഷിതാവിനെ നേരെ ആക്രമിക്കാൻ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ പരിമിതി ടീച്ചർ നേരത്തെ പറഞ്ഞു. മാനേജ്മെന്റാണ് തീരുമാനിക്കേണ്ടത്. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിനായതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളുടെ ഒരു സാധനം കട്ട് ചെയ്ത് പോകില്ല. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. അല്ല പറയാ, മുസ്ലിം ലീഗിനാണുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ബേജാറാവണ്ട. ഞങ്ങൾ ആ രീതിക്ക് നടന്നിട്ടില്ല. പ്രധാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത മനുഷ്യരൊക്കെ മുസ്ലിം ലീഗുകാരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത
മുഴുവൻ മനുഷ്യരും ലീഗുകാരാണെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതിനെ പരിഗണിക്കപ്പെടുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, അടിയന്തരമായി തീരുമാനിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് സസ്പെൻഡ് ചെയ്യാൻ. കമ്മിറ്റിയുടെ അധ്യാപകർ ആരൊക്കെയായിരുന്നു ഞങ്ങൾ ഇനി ആലോചിക്കാൻ നിങ്ങൾക്ക് സമയമാണോ? ഇനി ആലോചിക്കാൻ സമയമാണോ? ഇനി ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. SFIയുടെ സ്ട്രൈക്ക്. തുടർന്ന് നടത്തിയ ചർച്ചയിലും സാങ്കേതിക പ്രശ്നം പറഞ്ഞ് സ്കൂൾ അധികൃതർ നടപടിക്ക് വഴങ്ങാതിരുന്നതോടെ സമരം കടുപ്പിച്ചു. സമരക്കാർ ക്ലാസ് മുറികളിൽ കയറി വിദ്യാർത്ഥികളെ പുറത്തിറക്കിയതോടെ അന്തരീക്ഷം കലുഷിതമായി. ഇതോടെ സ്കൂൾ വിടുന്നതായി പ്രഖ്യാപിച്ചു. തുടർന്നും സമരം തുടർന്നതോടെ സ്കൂൾ അധികൃതർ വഴങ്ങുകയായിരുന്നു. PTM ഹൈസ്കൂൾ തൃക്കടിയിലെ അധ്യാപകനായ ശ്രീ നൗഷാദ് അന്വേഷണ വിധേയമായി ഉടൻ പ്രാബല്യത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു. ചളവറ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മുസ്ലിം ലീഗ് അംഗം കൂടിയാണ് ആരോപണ വിധേയനായ അധ്യാപകൻ. ലീഗിന്റെ സ്വാധീനം ഉപയോഗിച്ച് അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു വരുമെന്ന് SFI പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷാദുലി പറഞ്ഞു. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് അധികാരികൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. ഞങ്ങൾ ബോധപൂർവം സംശയിക്കുന്ന മറ്റൊരു കാര്യം, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ 1-ാം വാർഡ് ചളവറ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് ഈ അധ്യാപകൻ നൗഷാദ്. സ്വാഭാവികമായും ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഇതിനകത്ത് നടക്കുമോ എന്നൊരാശങ്ക SFIക്കുണ്ട്. അതുകൂടി ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അധികാരികളുമായും ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അധികാര സംവിധാനത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഈ സ്ഥാപനത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉയരും എന്ന് ഞങ്ങൾ ഈ അധികാരികളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴും വിദ്യാർത്ഥികൾക്കൊപ്പമാണ് തങ്ങളെന്ന് KSU നേതാക്കളും വ്യക്തമാക്കി. ഇതിനോട് പ്രതിഷേധം അറിയിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് മുസ്ലിം ലീഗ് ഒന്നല്ല, നമ്മൾ ഇന്നും വിദ്യാർത്ഥിപക്ഷത്താണ്. ഞങ്ങൾ ഇന്നും വിദ്യാർത്ഥിപക്ഷത്താണ്. നാളെ ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങനെ നിലപാടുണ്ടായി കഴിഞ്ഞാൽ അതിനെതിരും ഞങ്ങൾ എന്തായാലും എത്തിക്കും. അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും. ഇപ്പോൾ സസ്പെൻഷൻ തൃപ്തികരമാണ് തോന്നുന്നത്. അതെ, സസ്പെൻഷൻ നമ്മൾ ആവശ്യപ്പെട്ടു. SFIയുടെ ACU എന്നല്ലാണ്ട് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പേരിട്ട് നിൽക്കണമായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു നയിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അതെന്തായാലും നമുക്ക് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ള നിരന്തരം വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള സംഘർഷം ഇയാളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ വീഡിയോയിൽ കണ്ട് നമ്മൾ നിരന്തരമായിട്ട് കുട്ടികളുടെ ഉപദ്രവിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരെ പരമാവധി ഇവരിങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ തന്നെയാണ് നമ്മൾ പ്രതിഷേധം അറിയിച്ചത്. CCN ചെർപ്പുളശ്ശേരി. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. സെക്രട്ടറിയുടെ ചേംബറിൽ ഹിയറിംഗിനെത്തിയ വ്യക്തിയെ ചെയർപേഴ്സന്റെ ഭർത്താവ് മർദ്ദിച്ചെന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പുറത്തുനിന്നുള്ളവരെ നഗരസഭ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം തുറന്നടിച്ചു.
നഗരസഭ ഭരിക്കേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ചെയർപേഴ്സണാണെന്നും അല്ലാതെ ഭർത്താവല്ലെന്നും പ്രതിപക്ഷ നേതാവ് കെ രാഹുൽ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് തോന്നുന്ന പോലെ വരാനുള്ള സ്ഥലമല്ല നഗരസഭയെന്നും പരാതിക്കാരന്റെ ഹിയറിംഗിനിടെയുണ്ടായ സംഭവത്തിൽ പ്രതികരിക്കവേ രാഹുൽ പറഞ്ഞു. ആ വാർഡിലൊരു പരാതി കൊടുത്ത് സെക്രട്ടറി പരാതിക്കാരന്റെയും അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണറുടെയും യോഗം വിളിക്കുകയാണ്. ആ യോഗത്തിനകത്ത് വെച്ചുകൊണ്ട് അയാളെ കയ്യേറ്റം ചെയ്യുകയാണ്. ആ ആള് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലില് ചികിത്സ തേടുകയാണ്. എങ്ങോട്ടേക്കാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ പോക്ക്? കേരളത്തിലെ UDF ഭരണവും പെരിന്തൽമണ്ണ നഗരസഭ തന്റെ ഭാര്യയാണ് ഭരിക്കുന്നതെന്ന് വിചാരിച്ച് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും അങ്ങ് കൈകാര്യം ചെയ്യാന്നുള്ള ധാരണയിലേക്ക് ഇവിടുത്തെ UDF മാറിയിട്ടുണ്ട്. അത് കൗൺസിലിൽ ഉന്നയിക്കുമ്പോൾ മറുപടി ഇല്ലാത്ത ആളുകളായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുമായി നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് പ്രതികരിച്ചു. പരാതിക്കാർക്ക് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. അനധികൃതമായ ഒരു കെട്ടിടത്തിന്റെ പരാതി വന്നത് കാരണം അതൊരു കോടതി വിധി പ്രകാരം സെക്രട്ടറിയുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 പരാതിക്കാരെയും നമ്മൾ വിളിച്ചു സെക്രട്ടറി വിളിച്ചു. അതിനുശേഷം അവർ തമ്മിലുള്ളൊരു വാക്ക് തർക്കത്തിന്റെ മുകളിലാണ് ഇന്നലത്തെ ഈ പ്രശ്നം ഉണ്ടായത്. ഇതിൽ നമ്മൾ അവരുടേതായ കേസിന്റെ കൂട്ടത്തിലോ എങ്ങനെയാണെങ്കിലും അവരത് മുന്നോട്ട് പോയിക്കോട്ടെ. നമുക്കതിലൊരു നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു ബന്ധമില്ല. അത് പരാതിക്കാർ തമ്മിലുള്ള പ്രശ്നം പരാതിക്കാർ തന്നെ തീർക്കട്ടെ. CCN പെരിന്തൽമണ്ണ. ബാരിക്കേഡുകളിൽ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ മണ്ണാർക്കാട് വ്യാപാരികൾ. സംഭവത്തിൽ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരെ വ്യാപാരി പ്രതിനിധികൾ നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചു. തങ്ങൾ ലൈസൻസ് എടുത്ത് നിയമാനുസൃതം സ്ഥാപിച്ച ബോർഡുകൾ മറച്ചുകൊണ്ടാണ് ഈ അനധികൃത ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് വ്യാപാരികൾ ആരോപിച്ചു. സംഭവത്തിൽ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരെ വ്യാപാരി പ്രതിനിധികൾ നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചു. എന്നാൽ അനുമതിയുള്ള ബോർഡുകളാണെങ്കിൽ അത് സാധുവാണെന്നും വിഷയം വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നുമാണ് NH ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഉദ്യോഗസ്ഥരുടെ ഈ നിലപാടിനെതിരെ വലിയ രോഷമാണ് വ്യാപാരികൾക്കിടയിലുള്ളത്. വ്യാപാരികൾ ഒരു സഞ്ചി പുറത്തുവച്ചാലോ ഒരു കടലാസ് പാറി വന്നാലോ ഭീമമായ തുക ഫൈൻ ഈടാക്കുന്ന അധികാരികൾ ബാരിക്കേഡുകളിൽ പരസ്യ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ബോർഡുകളുമായി ബന്ധപ്പെട്ട് യാതൊരു രേഖയുമില്ലെന്ന് മുൻപ് പറഞ്ഞ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെ രേഖകൾ വന്നു എന്ന് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായിയുടെ നേതൃത്വത്തിൽ ഈ ബോർഡുകൾക്കെതിരെ ഒരു പരാതി മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് കൗൺസിലിൽ ചർച്ച ചെയ്തപ്പോൾ കിട്ടിയ കൗൺസിലിൽ നിന്നുള്ള മറുപടി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയല്ല ആ ബോർഡുകൾ വെച്ചതെന്നും അത് നീക്കം ചെയ്യാനുള്ള തീരുമാനം കൗൺസിൽ എടുത്തു എന്നുള്ളതുമാണ്. എന്നാൽ പിന്നീടും ഇതിൻ്റെ തീരുമാനമാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൗൺസിലിൽ പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ. ഇത് കൃത്യമായി ഇതിന് വർക്ക് ഓർഡർ കൊടുത്തിട്ടാണ് ഇത്തരം ബോർഡുകൾ ഒരു സ്വകാര്യ ഏജൻസി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ വർക്ക് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് മാത്രമേ ഈ ബോർഡ് എടുക്കാൻ കഴിയൂ എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി സംസാരിച്ചത്. ആകപ്പാടെ ഒരു ദുരൂഹമായ ഒരു മറുപടിയാണ് പലരിൽ നിന്നും ഈ വിഷയത്തിൽ കിട്ടുന്നത്. തീർത്തും അനധികൃതമായിട്ട് 200-ലധികം ബോർഡ് മണ്ണാർക്കാട് നഗരത്തിൽ സ്ഥാപിക്കപ്പെടുകയും 1 രൂപ പോലും മുനിസിപ്പാലിറ്റിക്ക് വരുമാനമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ NHന് പരാതി കൊടുത്തിരുന്നു. NHന്റെ അതിർത്തിയിൽ ഇന്ന് ഈ ബോർഡുകൾ വന്ന് പരിശോധിക്കുകയും തീർത്തും അനധികൃതമായി നിർമ്മിതമായ ഒരു ബോർഡുകളാണ് എന്നും കൃത്യമായ അളവോ മറ്റു കാര്യങ്ങളോ ഇതിനില്ല എന്നുള്ളതും ഇവിടെ പറഞ്ഞു. പക്ഷെ അവർക്കുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ ബോർഡ് എടുക്കാനുള്ള ഒരു ഫണ്ട് അവർക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫണ്ടിനുള്ള അലോട്ട്മെൻറ്റ് വരുത്തി ആ ബോർഡ് നീക്കം ചെയ്യുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ താലൂക്ക് സഭയിൽ നമ്മുടെ പ്രിയപ്പെട്ട PR സുരേഷ് ഈ വിഷയം വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും
അതിനുള്ള നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 8 മാസത്തോളം ആയി ഈ ഒരു വിഷയം മണ്ണാർക്കാട് വിവിധ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഇതിനൊന്നും കൃത്യമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് ഏകോപന സമിതിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെ കൃത്യമായി എടുക്കാനുള്ള ഒരു ഫണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഇത് വെച്ച ആളുകളുടെ അടുത്ത് അതിന്റെ ഫൈൻ ഈടാക്കിയിട്ടെങ്കിൽ ആ ഫണ്ട് കണ്ടെത്തിക്കൂടെ? അല്ലെങ്കിൽ വെച്ച ആളെ കൊണ്ട് അതിന് എടുപ്പിക്കാനുള്ള സംവിധാനം എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ചെയ്യുന്നില്ല? അല്ല, അത് തീരുമാനിക്കേണ്ടത് നമ്മുടെ NH അതോറിറ്റിയാണ്. NH അതോറിറ്റി ആ രീതിയിലും അത് നീങ്ങുമെന്നാണ് ഇന്ന് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളെ പല വ്യാപാരികളും വിളിച്ചു പറയാറുണ്ട്, സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ വലിയ രീതിയിലുള്ള ഫൈനും നടപടികളായിട്ട് അധികൃതർ വരാറുണ്ട്. അത്തരം അധികൃതർ ഇത് മാത്രം കണ്ടില്ല എന്ന് അടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ പറയാനുള്ളത്, ഞങ്ങളെല്ലാം ലൈസൻസ് എടുത്ത് കൃത്യമായി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ ബോർഡുകളെ മറച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരസ്യ ബോർഡുകൾ പല സ്ഥലത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഞങ്ങൾക്ക് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രയാസം. അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങളിൽ റോഡുകളിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരം വലിയ ബോർഡുകൾ നമ്മുടെ ഗതാഗത സൗകര്യത്തെ ഹനിക്കപ്പെടുന്നുണ്ട്. വലിയ രീതിയിലുള്ള അപകട സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. കൃഷ്ണദാസ് പറഞ്ഞ പോലെ തന്നെയാണ്, വലിയ രീതിയിലുള്ള ഫൈന് ഞങ്ങൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് പുറത്തു വെച്ചാലോ, നമുക്കറിയാം നമ്മുടെ ബാരിക്കേഡുകളിൽ കൊടികൾ വെച്ചതിന് വലിയ രീതിയിലുള്ള ഫൈനുകൾ ഈടാക്കിയ മുനിസിപ്പാലിറ്റിയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി. അതുപോലും അനുവദിക്കാത്തൊരു മുനിസിപ്പാലിറ്റിയാണ്. തീർത്തും അനധികൃതമായിട്ട് കഴിഞ്ഞ 6 മാസക്കാലമാണ് മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനവും ലഭിക്കാത്ത ഈ ബോർഡ് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിട്ടും ഒരു നടപടികളിലേക്ക് പോകാം. CCN മണ്ണാർക്കാട്. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടന്നു. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് സമഗ്ര നിയമം ഉടൻ നടപ്പിലാക്കണമെന്നും ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പൊതുവെ ഈ സമ്മേളനങ്ങളിൽ നമ്മുടെ സംഘടനയിലെ പുറപ്പെടുന്ന ഒരാളുകൾ മാത്രം ചർച്ച ചെയ്യുന്നതിനപ്പുറം ലോകത്തിലെയും രാജ്യത്തിലെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സഭ്യവാസങ്ങളോടുകൂടി സാധാരണഗതിയും CITU നേതൃത്വം കൊടുക്കുന്ന എംപ്ലോയീസ് യൂണിയൻ എന്ന നിലയ്ക്ക് അതെല്ലാം പ്രതികരിച്ചുക എന്നുള്ളതാണ് നാം സാധാരണ സ്വീകരിക്കുന്ന ഒരു പ്രവർത്തന രീതി. അത് ഈ സമ്മേളനത്തിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം, അത്തരം കാര്യങ്ങൾ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യാം. അതിൻ്റെ ഒപ്പം നമ്മുടെ സംഘടനയിലെ കുറവുകൾ, അതിൽ വന്നിട്ടുള്ള പാളിച്ചകൾ എല്ലാം ചർച്ച ചെയ്ത് ഭാവിയിൽ അതെല്ലാം രാഷ്ട്രീയവും സംഘടനാപരമായ കാര്യങ്ങളിൽ കൃത്യമായ ഒരു ദിശാബോധവും സമ്മേളനം കഴിയുന്നതോടുകൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായി. P ജയചന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും EP ശിവശങ്കരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K രാഗേഷ് പ്രവർത്തന റിപ്പോർട്ടും ജനറൽ സെക്രട്ടറി KT അനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി M ഹംസ, CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ, CITU ഡിവിഷൻ പ്രസിഡന്റ് M മോഹനൻ, സെക്രട്ടറി PK ശശിധരൻ, പേരാമ്പ്ര ശ്രീകുമാർ, P രാമദാസ്, സ്വാഗത സംഘം വൈസ് ചെയർമാൻ B രാജേഷ് എന്നിവർ സംസാരിച്ചു. NP വിനയകുമാറിനെ പ്രസിഡന്റായും K രാഗേഷിനെ സെക്രട്ടറിയായും V ഹരിവാരരെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. CCN കടമ്പഴിപ്പുറം. കൊച്ചിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് യാത്രക്കാരനുമായി എത്തിയ ശേഷം തിരിച്ചു പോവുകയായിരുന്ന ടാക്സി ഡ്രൈവറെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി കാറും പേഴ്സും മൊബൈലും തട്ടിയെടുത്ത 3 പേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്. മണ്ണാർക്കാട് സ്വദേശികളായ മുഹമ്മദ് അസ്ഹറുദ്ദീൻ, സുജിത്, നിയാസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മണ്ണാർക്കാട് പെരുമ്പടാരി ഗോവിന്ദപുരം സ്വദേശിയുമായി കാറിലെത്തിയതായിരുന്നു ടാക്സി ഡ്രൈവർ കോട്ടയം സ്വദേശി അതുൽ. യാത്രക്കാരനെ വീട്ടിലിറക്കിയ ശേഷം തിരിച്ചു പോകുന്നതിനിടെ കാറിലെത്തിയ സംഘം വാഹനം തടഞ്ഞ ഡ്രൈവറെ ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഘത്തിലെ ഒരാൾ കാറിൽ കയറുകയും വാഹനം വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റൊരു കാറിൽ 2 പേരും പിന്തുടർന്നു. ആശുപത്രിപ്പടി ജംഗ്ഷനിലെത്തിയപ്പോൾ അതുൽ പെട്ടെന്ന് വാഹനത്തിന്റെ വാതിൽ തുറന്ന്
പുറത്തേക്ക് ചാടുകയായിരുന്നു. ഇതോടെ മറ്റുള്ളവർ ടാക്സി കാർ സഹിതം കടന്നു കളഞ്ഞു. അതുൽ പിന്നീട് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. CI S അഷറഫ്, SI V വിവേക് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് തന്നെ പിടികൂടി. കാറും കണ്ടെടുത്തു. പോലീസുകാരായ സ്മിജേഷ്, പ്രവീൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. CCN മണ്ണാർക്കാട്. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം സന്ദർശിച്ചു. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമേ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്ന കാര്യം ആലോചിക്കൂ എന്ന് മന്ത്രി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അനധികൃതമാണോ, അവർക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നോ, പെർമിഷൻ ഉണ്ടെങ്കിൽ തന്നെ ഏത് രീതിയിലാണ് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ച് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കളക്ടർ അറിയിക്കും. അപ്പോൾ പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. അത്ര അന്വേഷണം ഒരു ഭാഗത്ത് നടക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇവിടെ ഒന്നിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണിത്. മലപ്പുറം വേങ്ങര പരപ്പനങ്ങാടി റോഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അപ്പോൾ സ്വാഭാവികമായി ഇവിടുത്തെ മണ്ണ് ഇടിഞ്ഞ് കഴിഞ്ഞ മണ്ണ് വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കണം. ആ ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ജിയോളജിയുടെയും മറ്റേതുമായി ബന്ധപ്പെട്ട് സമിതിയെ വെച്ചിട്ടുണ്ട്, ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് കൂടി കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു, എനിക്ക് തോന്നുന്നു, ഒരു റിസ്ട്രിക്റ്റഡ് എന്ന് പറയാവുന്ന ഒരു നിയന്ത്രിതമായിട്ടുള്ള, അത് പൂർണ്ണമായിട്ടുമല്ല എന്നാൽ ചില ഓപ്പണായിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം ഫസ്റ്റ് ഘട്ടത്തിൽ പോകാൻ കഴിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഒരു സാഹചര്യം കാണുമ്പോൾ ഏത് സമയവും നമുക്ക് ഒരു തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും 5:30 മണിക്ക് കളക്ടർ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ കൂടി എടുക്കും, ജിയോളജിയുടെ ഒപ്പീനിയൻ എടുക്കും. അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ കഴിയും, അതിൻ്റെ അപകടാവസ്ഥ നമുക്ക് ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യമാണോ അല്ലെങ്കിൽ ഇടവിട്ട് കൊടുക്കാൻ കഴിയുമോ. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ മേപ്പാടിയിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. പൂർണ്ണമായിട്ട് ഒരുമിച്ച് തുറന്നു കൊടുത്തില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് തുറന്നു കൊടുത്തത്. ആ സമയത്തും നമുക്ക് ചില നിയന്ത്രണങ്ങൾ വെച്ചു. പക്ഷേ ഇവിടെ നമുക്ക് മെയിൻ ഒരു ഹൈവേ ആയതുകൊണ്ട് നമുക്ക് അത്ര നിയന്ത്രണങ്ങൾ പ്രായോഗികമാണോ എന്നറിയില്ല. എന്നാലും ഇന്ന് വൈകുന്നേരത്തെ യോഗത്തിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇതിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അതിനുശേഷം തീരുമാനം അറിയിക്കും. ഈ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് 18 ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരു തരത്തിലുള്ള ഡേഞ്ചർ സോണായിട്ട് ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് അത് പിടിച്ച് കുറേ ആളുകൾ ഇവിടെ അനധികൃത നിർമ്മാണം നടത്തിയെന്ന പരാതിയൊക്കെ തന്നെ വ്യാപക. ഈ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ഡിക്ലറേഷനൊക്കെ സാധ്യതയുണ്ടോ? അല്ല, നമ്മളിപ്പോൾ അതിനകത്ത് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ രണ്ട് കാര്യങ്ങളാണ്. ഇതൊന്ന് നമ്മൾ വേറെ പരിശോധിക്കുന്നുണ്ട്, ഇതിനകത്ത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ആലോചിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇനി ഗതാഗത യോഗ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഒരു എല്ലാം റോഡെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു, ഇനി ഗതാഗതം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അപകടത്തിനുള്ള വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ന്യായീകരണം ഉണ്ടാകും. അപ്പോൾ നമുക്ക് അപകട സാധ്യതയില്ലാത്ത ഒരു അന്തരീക്ഷം ആണ് എന്നുള്ള ഉറപ്പ് വരുത്തണം. മാത്രമല്ല, ഇപ്പം നിലവിൽ ഇളകി നിൽക്കുന്ന അല്പം മണ്ണുണ്ട്. ഇപ്പം നമുക്കത് അത്ര പെട്ടെന്ന് എടുത്ത് മാറ്റാനും കഴിയില്ല. അതെടുത്ത് മാറ്റുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെടുക്കും. എന്തായാലും അധികം നമുക്ക് ഈ ഒരു മേജർ റോഡാണ്, ഈ റോഡ് നമുക്കങ്ങനെ അധികമായിട്ട് അടച്ചിടാൻ കഴിയില്ല. അപ്പോൾ ആളുകളുടെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണം നടത്തും. ഇടവിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെല്ലാം രാത്രി നമുക്ക് നിയന്ത്രിച്ചുകൊണ്ടോ പകല് ചില സമയങ്ങൾ തുറന്നുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക് പൂർണ്ണമായ ഒരു തലത്തിലേക്ക് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടോ എന്നുകൂടി പരിശോധിക്കാം. CCN മലപ്പുറം. ആലിപ്പറമ്പ് പുരണ്ടമണ്ണ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ 7 ദിവസമായി നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞം ഓഗസ്റ്റ് 8 ശനിയാഴ്ച സമാപിക്കും. മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാട് നേതൃത്വത്തിലാണ് യജ്ഞം നടന്നുവരുന്നത്. യജ്ഞത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച കാവുംപുറം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് വർണ്ണാഭമായ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. കൃഷ്ണവേഷധാരികളും ഗോപികമാരും അണിനിരന്ന ഘോഷയാത്ര ആനന്ദസാന്ദ്രമായി. തുടർന്ന് നൃത്തതി കാതള്ളൂർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. സമാപന ദിവസമായ ശനിയാഴ്ച വിശേഷാൽ പൂജകളും അന്നദാനവും ഉണ്ടായിരിക്കും. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും.
ചെർപ്പളശ്ശേരി തൃക്കടിയിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പ്രതിഷേധം ശക്തം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സ്കൂളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നാടകീയ സംഭവങ്ങൾ. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. സെക്രട്ടറിയുടെ ചേംബറിൽ ഹിയറിംഗ് എത്തിയ വ്യക്തിയെ ചെയർപേഴ്സന്റെ ഭർത്താവ് മർദ്ദിച്ചെന്ന ആരോപണം. പുറത്തുനിന്നുള്ളവരെ നഗരസഭ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് CPIM. മണ്ണാർക്കാട് ടാക്സി ഡ്രൈവറെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി കാറും പേഴ്സും കവർന്ന കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.